നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഴക്കുലകൾക്ക് വലിപ്പവും തൂക്കവും കൂടാൻ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് കർഷകർ അറിയേണ്ട പ്രധാന കാര്യങ്ങൾ. ശാസ്ത്രീയ വാഴകൃഷിയും അതുവഴി മികച്ച വിളവും വരുമാനവും ലഭ്യമാകുന്ന നിലവിലെ സാഹചര്യത്തിലാണ് ഇതര പരിപാലന മുറകളുടെ കൂട്ടത്തിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് പ്രയോഗത്തിന് പ്രസക്തി വർദ്ധിക്കുന്നത്. ആകർഷകമായ കുലകൾക്ക് വിപണിയിൽ മുന്തിയ വില കിട്ടുന്നതിനാൽ നമ്മുടെ നാട്ടിലെ വാഴകൃഷിയിലും ഇത് ശുപാർശ ചെയ്യുന്നുണ്ട്. സൾഫേറ്റ് ഓഫ് പൊട്ടാഷിൻ്റെ പ്രയോഗം വാഴയുടെ കരുത്തേറിയ വളർച്ചയ്ക്കും കായയുടെ വലിപ്പം വർദ്ധിക്കാനും രോഗപ്രതിരോധ ശേഷി കൈവരിക്കാനുമൊക്കെ സഹായകമാണ്. വാഴ നട്ട് 3 മുതൽ 5 മാസം വരെയുള്ള കാലയളവ് ആണ് പ്രയോഗിക്കാൻ അനുയോജ്യമായ സമയം. കുല വരാൻ തുടങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള ഘട്ടത്തിലും ഇത് നൽകാം. 2 വിധത്തിൽ ഇത് ചെയ്യാം. വാഴയുടെ ചുവട്ടിൽ നിന്നും അല്പം മാറി 30 മുതൽ 40 സെൻറ്റിമീറ്റർ നേരിട്ട് വേരുകളിൽ തട്ടാത്ത വിധത്തിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കാം. ഇത് മണ്ണിലെ പൊട്ടാഷിൻ്റെ അളവ് വർദ്ധിപ്പിക്കും. രണ്ടാമത്തെ രീതി ഇലത്തളി അഥവാ ഫോളിയർ സ്പ്രേ. ഇത് വെള്ളത്തിൽ ലയിക്കുന്ന വളമായതിനാൽ 10 ഗ്രാം സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് കുലയിൽ പടലകൾ വിരിഞ്ഞതിന് ശേഷവും 2 ആഴ്ച കഴിഞ്ഞുമാണ് തളിച്ചു കൊടുക്കേണ്ടത്. വാഴക്കുലയുടെ വലിപ്പവും തൂക്കവും ഗുണമേന്മയും ഇതുവഴി വർദ്ധിപ്പിക്കാം. മണ്ണിൽ സാധാരണ സംഭവിക്കാൻ ഇടയുള്ള സൾഫറിൻ്റെ കുറവ് പരിഹരിക്കാനും അങ്ങനെ ചെടിക്ക് രോഗപ്രതിരോധ ശേഷി നൽകാനും ഇത് ഉപകരിക്കും. വേരുകളുടെ ആരോഗ്യവും സംരക്ഷിക്കും. മണ്ണിൽ നനവുള്ളപ്പോൾ മാത്രമേ ഇത് ചേർക്കാവൂ. ഇതിന് പുറമെ സൂക്ഷ്മ മൂലക സമൃദ്ധമായ സമ്പൂർണ്ണ അയർ എന്നീ മിശ്രിതങ്ങളും നൽകുന്നത് നല്ല വിളവ് കിട്ടാൻ ഇടയാക്കും. ഇതിൽ സമ്പൂർണ്ണ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് 2 മാസം വിട്ട് ഇലകളിൽ തളിക്കേണ്ടത്. അയർ ആകട്ടെ വാഴ നട്ട് 2 മാസവും 4-ാം മാസവും 100 ഗ്രാം വീതം മണ്ണിൽ ചേർത്ത് കൊടുക്കാനാണ് ശുപാർശ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് കിട്ടുന്നതാണ്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.